ഹായ് മക്കളെ, നിങ്ങൾ സ്കൂളിൽ +1 ഫിസിക്സിൽ ഏത് ചാപ്റ്റർ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറയുന്നു, നിങ്ങളെ സ്കൂളിൽ ഒന്നെങ്കിൽ ഈ ചാപ്റ്ററിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ടീച്ചർ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ കിളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് ടെസ്റ്റ് പ്രഖ്യാപിച്ചിട്ടോ അല്ലെ യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് അടുത്ത ചാപ്റ്ററിലോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചാൽ എനിക്ക് നല്ലതായിരിക്കും. ഒന്ന് കമന്റ് ചെയ്യണേ. ശരി, എന്തൊക്കെ തന്നെയായാലും മക്കളെ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഈ ചാപ്റ്റർ, അതായത് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് എന്റെ പുറകിൽ കാണുന്നത്. അതായത് നമുക്ക് രണ്ട് വെക്ടർ തരുന്നു. വെക്ടർ എ ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ് എന്ന് പറയുന്നു. വെക്ടർ ബി ഈസ് ഈക്വൽ ടു -2i മൈനസ് 2k പ്ലസ് ഹാഫ് k ക്യാപ്പ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇവർക്കിടയിലുള്ള ആംഗിൾ എത്ര? നമുക്കിങ്ങനെ പൊട്രാക്ട് എടുത്ത് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പരിപാടിയൊന്നുമില്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. എടാ, ആംഗിൾ കാണാൻ പൊട്രാക്ടറും പരിപാടിയൊന്നും അല്ല ഇത്. ഇത് രണ്ട് വെക്ടേഴ്സാ. വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കാണാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ചാപ്റ്റർ നമ്പർ 5 വർക്ക് എനർജി പവറിൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അറിയോ? അറിയില്ലെങ്കിൽ കണ്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെക്ടറിനെ എടുക്കുന്നു, ഇനി രണ്ടാമത്തെ വെക്ടറിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ഒരു കുത്തം കൊണ്ട് കൊടുക്കുക. അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. എന്നിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എത്ര വരാൻ പോകുന്നത്? ഇതിന്റെ ആൻസർ ബൂം 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 ഇത് തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ -4 മൈനസ് എന്ത് വരും? 3/2 എന്ന് വരും. ഇതിന്റെ ആൻസർ -19/2. ഒന്നും മനസ്സിലായില്ലല്ലോ. എനിക്കറിയാം ഇത് ചെയ്തത് സാറിന് എങ്ങനെയാ ഇത് കിട്ടിയത്, സാറിന് എങ്ങനെയാ ഈ വാല്യൂ കിട്ടിയെന്നൊക്കെ. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത് അറിയൂല. സത്യല്ലേ? തീർന്നോ? ഇല്ല. നമുക്കറിയാം A ഡോട്ട് B ഈസ് ഈക്വൽ ടു AB cos θ. നമുക്കറിയാം, നിങ്ങൾക്കറിയോ? അറിയുമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നു, ഇവിടെ പറയാണ് ഈ cos θ വാല്യൂ കാണാൻ ചിലപ്പോൾ A ഡോട്ട് ബിന്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടു. ഇനി എന്റെ മാഗ്നിറ്റ്യൂഡ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ നമുക്ക് വേണേൽ കാണാൻ പറ്റും. എന്നിട്ട് ഇതിന് ഒരു തീറ്റ കാണുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു വാല്യൂ കിട്ടും. കിളിപോയി. ഇതൊക്കെ നിങ്ങളെ സ്കൂളിൽ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ചെയ്യാനുള്ളതാണ് അല്ലേ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ നേരിട്ടെ? ഒന്ന്, ഈ വെക്ടർ എന്ത് തേങ്ങയാണെന്നറിയില്ല. ഈ ഐ ക്യാപ്പ് ഐന്റെയും ജെന്റെയും മോൾ എന്തിനാ ഇങ്ങനെ ഇടുന്നത്? സാർ എല്ലാത്തിന്റെയും മുകളിൽ ഇങ്ങനെ ഇടുന്നത് എന്നുള്ള എത്ര ഒരു സംശയമുണ്ട്? ഒന്ന് കമന്റ് ചെയ്ത്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് താഴെ കമന്റിൽ. ഇനി എന്താണ് ഈ വെക്ടർ എന്നൊക്കെ അറിയാം, പക്ഷെ ഈ ചെയ്തിരിക്കുന്ന ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാന്ന് പലർക്കും അറിയില്ല. ഇനി പോട്ടെ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാനും അറിയാം. ഇനി -4 -3/2 ചെയ്തിട്ട് -19/2 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. ഇനി പോട്ടെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ കോസിന്റെ മുകളിൽ എന്തിനാ ഒരു -1 വന്നതെന്ന് അറിയാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേസ് ഉണ്ട്. നിങ്ങൾ ഈ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയി കേൾക്കുക. നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ, ഓണപ്പരീക്ഷ ഒന്നും ഉണ്ടായാലോ ഇല്ലെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയി ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോയിലുള്ളത് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടു? ഒരു വെക്ടറിനെ കണ്ടു. വെക്ടർ നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്? ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്? അല്ല. ഏത് ചാപ്റ്ററിലാണ്? ഈ ചാപ്റ്ററിലാണ് വെക്ടറിനെ കുറിച്ച് പഠിക്കുന്നത്. ആണ്. ഇനി ഈ ചാപ്റ്ററിൽ വർക്ക് എനർജി പവർ പഠിക്കുമ്പോൾ അതിൽ ഫോഴ്സ് വരുന്നുണ്ട്. അതിൽ പല സ്ഥലങ്ങളിലും ഫോഴ്സും ലീനിയർ മൊമെന്റും അതിന്റെ കൺസർവേഷൻ ഒക്കെ വരും. അതൊക്കെ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചേ? ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിലാണ്. അതിനർത്ഥം ഈ 5ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് എന്ത് വേണം? 3ാമത്തെ ചാപ്റ്ററിലെ വെക്ടേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 4ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ഫോഴ്സ് എന്താണെന്നും അത് കാണുന്ന മെത്തേഡ്സ് എന്താണെന്നും ലീനിയർ മൊമെന്റ് അങ്ങനെ കാണണം. അപ്പൊ പണി പാടും അല്ലെ? സാറേ ഇത് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇത് വ്യക്തമായി നിങ്ങൾ പഠിച്ചിട്ടില്ല, ഉഴപ്പ് കാണിച്ചു, മടി കാണിച്ചു, ഞങ്ങൾക്കറിയാം. ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. നിങ്ങൾ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്തൊക്കെ തന്നെ ആയാലും ഇത് പാസ്റ്റ് അല്ലേ, ഹിസ്റ്ററി അല്ലേ? ഇനി ടീച്ചർ പഠിപ്പിച്ചു തരുമോ? ഈ ചാപ്റ്റർ ഇനി ആരെങ്കിലും പഠിപ്പിച്ചു തരാൻ പോകുന്നുണ്ടോ? ഒരാളും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല. കാരണം എന്താ? അത് കഴിഞ്ഞു. ഇനി അവർക്ക് അങ്ങോട്ടുണ്ട്. അടുത്ത വരാൻ പോകുന്ന ചാപ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാ. ആ ചാപ്റ്ററിൽ എന്ത് വേണം? ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷനാ. വർക്ക് എനർജി പവറിലെ പല കൺസെപ്റ്റുകളും റൊട്ടേഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞു വരുന്ന ഗ്രാവിറ്റേഷനിലോ ആണ്. ഗ്രാവിറ്റേഷനിലെ പല ഡെറിവേഷൻസ് ചെയ്യാൻ എന്ത് വേണം? വർക്ക് എനർജി പവറിൽ എന്ത് വേണം? കൺസെപ്റ്റ് വേണം. അത് കഴിഞ്ഞ് +1 ബാക്കി ചാപ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് +2 ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ ഇത് കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പൊ അതിനർത്ഥം ഇതൊക്കെ ഒരു കണക്റ്റഡ് ആയുള്ള കാര്യമാണ്. അപ്പൊ കഴിഞ്ഞു പോയത് ഇനി ആരെങ്കിലും പറഞ്ഞു തരുമോ?
അല്ലേ? പോട്ടെ, ഇതേപോലെ കഴിഞ്ഞു പോയി ഈ മാത്സിന്റെ കണക്കുകൾ ഞാൻ ആരേ പറഞ്ഞു തരുമോ? മൈനസ് ചെയ്യാനും ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും അവിടുത്തെ ആംഗിൾ കാണാനും ട്രിഗ്നോമെട്രി പറഞ്ഞു തരുമോ? ഇല്ല, അതിന് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എന്താ പരിപാടി ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, സാർ ഇപ്പോ ഒരു സാധനം പറയും, പരസ്യം പറയും, തെറ്റി. അതൊന്നല്ല. ഞങ്ങളിത് ആലോചിച്ചെത്തിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ എത്തി കേട്ടോ മക്കളെ. ക്ലബ്ബ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എത്തി. ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സസിനുപരി ചാപ്റ്റേഴ്സിനുപരി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ തന്നെയാണ് ക്ലബ്ബ്. പോരാത്തതിന് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു A+ നിലവാരത്തിലോട്ട് ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ക്ലബിന് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ക്ലബ്ബുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഫിസിക്സിന്, മാത്സിന്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക്, CS-ന്, ഇംഗ്ലീഷിന് ഒക്കെ നമ്മൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂപോർട്ടിന്റെ ഒരു ക്ലബ്ബ് ആയിരിക്കും. അത് വാട്സപ്പിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. കണ്ടോ, ഫിസിക്സ് ക്ലബ്ബ് +1 എന്നാണ്. ഓക്കെ, ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് അല്ലെ ചാപ്റ്ററിനുപരി ആയിട്ടുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും A+ ലെവലുള്ള കാര്യങ്ങളും രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? അപ്പൊ ഇത് റെഗുലർ ക്ലാസ്സിന് ഉപരി ആയിട്ടുള്ള, അതായത് അതിന് എക്സ്ട്രാ ആയിട്ടുള്ള സാധനമാണ്. ഇനി അതിൽ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നൽകിയ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇപ്പൊ കഴിഞ്ഞ വീക്സിൽ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. നമ്മൾ ഫിസിക്സിന്റെ ബേസിക്സ് ഇല്ലേ, അതായത് ഫിസിക്സിൽ വേണ്ട മാത്സ് ഇല്ലേ, അതിന്റെ നമ്മൾ ലൈവ് സെഷൻസ് കൊടുത്തിരുന്നു. ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ്, സൈൻ എന്താ, ടാൻ എന്താ, കോസ് എന്താ, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ എന്ന് പറഞ്ഞൊന്നുമില്ല, ആംഗിൾ ആണ്, അതൊക്കെ പഠിപ്പിക്കുന്ന ട്രിഗ്നോമെട്രി ബേസിക്സ് ഉണ്ടായിരുന്നു. അതിന്റെ വാല്യൂസ്, അതിന്റെ സ്ക്വയർ വന്നാൽ, അതിലെ സൈൻ സ്ക്വയർ തീറ്റ വാല്യൂ വന്നാൽ, അങ്ങനെ ഒരുപാട് ബേസിക്സ് ഷാമിൽ സർവീസ് സെഷൻ ഉണ്ടായിരുന്നു. ഇനി കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് മോൾസ് ഉണ്ട്, ആറ്റം, മോളിക്യൂൾ, പിന്നെന്താ കെമിക്കൽ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, അങ്ങനെ കുറെ ബോണ്ടുകളില്ലേ, അതെല്ലാം നിങ്ങൾ പഠിച്ചു മറന്നതല്ലേ, അതിന്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ബേസിക്സ് സോൾവ് ആക്കുന്ന ലൈവുകൾ ഈ ക്ലബിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പൈസ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾ അതിനായിട്ട് ക്ലബിനായിട്ട് യാതൊരു പൈസയും വാങ്ങുന്നുണ്ട് കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മളുടെ ആപ്പിൽ നമ്മൾ റിസോഴ്സസ് സെക്ഷൻ എന്ന് പറയുന്ന ക്ലബ് റിസോഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഈ ക്ലാസ്സസിന്റെ നോട്ടും പോരാത്തതിന് ഒരുപാട് വർക്ക്ഷീറ്റും കണ്ടോ, മാത്സ് ബേസിക്സ് ഫോർ ഫിസിക്സ് വർക്ക്ഷീറ്റ്, മാത്സ് ബേസിക്സ് ഫോർ ഫിസിക്സ് പാർട്ട് 2 വർക്ക്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വർക്ക്ഷീറ്റും ഉണ്ട്. അപ്പൊ ഈ ക്ലബും മറ്റു കാര്യങ്ങളും എല്ലാം എഡ്യൂപോർട്ടിൽ ഓൾറെഡി ജോയിൻ ചെയ്ത നമ്മളെ സ്റ്റുഡൻസിന്, സൂപ്പർ ബാച്ചിലർ സ്റ്റുഡൻസിന് എല്ലാവർക്കും കൊടുത്തിരുന്നു. ഫാസ്റ്റ് ട്രാക്കിൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ക്ലബ്ബ് പറഞ്ഞില്ലായിരുന്നു, പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് ഇനിയുള്ള അവസരം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലബിന്റെ ഭാഗമാകാം. ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ വീക്കിലും നമ്മൾ 2 അല്ലെങ്കിൽ 3 ലൈവുകൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ ബേസിക്സ് സോൾവ് ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല, അങ്ങനെ തന്നെ പറയാം. ഇത് നിങ്ങൾക്ക് ഇനി ആരും പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല എഡ്യൂപോർട്ടിലെ ഈ ക്ലബിലൂടെ അല്ലാതെ. നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. ധൈര്യത്തിൽ 100% കോൺഫിഡൻസോടെ ഞാൻ പറയാണ്, നിങ്ങൾ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് ഉറപ്പായും അത് യൂസ് ഉണ്ടായിരിക്കും. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ക്ലബ്ബ് നമ്മൾ അനൗൺസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലബിനും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെപ്റ്റംബർ 23 വരെ നമ്മൾ ആ ഒരു ഓഫർ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഏർലി ബേർഡ് ഓഫറിന് അതേ എമൗണ്ട്. ക്ലബ്ബ് അനൗൺസ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സെപ്റ്റംബർ 23 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 4799 മാത്രം. ഇത് ഒരു മാസമല്ലേ, ഒരു കൊല്ലം തികച്ച് +1 കംപ്ലീറ്റ് തീർത്ത്. ക്ലാസ് ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, PYQs ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും, എല്ലാം വാങ്ങാൻ തേങ്ങയുണ്ടാവും. എല്ലാം കംപ്ലീറ്റ് ഫാസ്റ്റ് ട്രാക്ക് 4799 കിട്ടും. താഴെ ഒരു ഫോം ഉണ്ട്, ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് തന്നെ നിങ്ങളെ എന്ത് ചെയ്യും, നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് വിളിക്കും. നിങ്ങൾ വേഗം ജോയിൻ ചെയ്യുക, ലേറ്റ് ആക്കരുത്. പിന്നെയൊന്നും മാറ്റി വെക്കാനില്ല, ഇത് ഓരോ ലൈവ്സ് കടന്നു പോവാണ്. സോ നിങ്ങൾ വേഗം ജോയിൻ ചെയ്താൽ ഇപ്പോഴൊക്കെ ഇനി വരാനുള്ള ലൈവ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ലൈവ്സും അവൈലബിൾ ആയിരിക്കും. ഡോണ്ട് വറി, ആ ടോപ്പിക്സ് നമ്മൾ വീണ്ടും എടുത്തു തരുന്നതായിരിക്കും. സോ വേഗം ജോയിൻ ചെയ്യുക കേട്ടോ.